ഹേ ഗായ്സ്, വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജിസ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബ് ലോങ് വീഡിയോസിൻ്റെയും ഷോർട്സിൻ്റെയും ഒക്കെ തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കാം, യൂട്യൂബ് ബാനേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനായി ഞാൻ മെയിനായിട്ട് ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറേ ആപ്പിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ക്യാൻവയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാൻവ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാൻവയിൽ സെർച്ച് ബാറിൽ നമ്മൾ യൂട്യൂബ് തമ്പനെയിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലെ കുറേ പിക്ചേഴ്സ് വരും. അപ്പോൾ നമുക്ക് ഈ ക്രൗണിൻ്റെ ഓപ്ഷൻ ഉള്ള പിക്ചേഴ്സൊക്കെ പെയ്ഡ് ഓപ്ഷൻസ് ആണ്. അപ്പം ക്രൗണിൻ്റെ യെല്ലോ ക്രൗൺ ഓപ്ഷൻ ഇല്ലാത്ത വേറെയും കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഈ പിക്ചറാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. എലമെൻറ്റ്സ്, ടെമ്പനെയിൽസ്, ടെക്സ്റ്റ്, ഗാലറി, ബ്രാൻഡ്, അങ്ങനെ കുറേ. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട്, പിക്ചർ, ഈ ടെക്സ്റ്റ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പം ജസ്റ്റ് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ കാണാൻ പറ്റും. എന്നിട്ട് നമ്മളെ വ്ളോഗിന് ചേരുന്ന നെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു മിനി വ്ളോഗാണ് ഇടുന്നെങ്കിൽ മിനി വ്ളോഗ് എന്ന് കൊടുക്കാം. നിങ്ങളെ വീഡിയോ കണ്ടൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാപ്ഷൻസും ടെക്സ്റ്റും ഒക്കെ മാറ്റാം. അതുപോലെ പിക്ചർ മാറ്റണമെങ്കിൽ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം താഴെ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ റീപ്ലേസിൽ നമ്മൾ നേരെ ഗാലറിയിലോട്ടാണ് പോവുക. അപ്പം നിങ്ങൾക്ക് ഏതാണോ പിക്ചർ വേണ്ടത് അത് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ കണ്ടൻറ്റിനനുസരിച്ച്, നിങ്ങളെ വീഡിയോൻ്റെ കണ്ടൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് പിക്ചർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ താഴെ കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ നമുക്ക് യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബിൻ്റെ ഒരു ലോഗോ വേണമെങ്കിൽ സബ്സ്ക്രൈബിന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിലും നമുക്ക് കുറേ പെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. ഈ യെല്ലോ ക്രൗണ് വരുന്ന ഓപ്ഷൻസൊക്കെ പെയ്ഡാണ്. സോ അങ്ങനെ അല്ലാത്തയും കുറേ ഉണ്ട്. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട്. അപ്പോൾ പെയ്ഡ് സെലക്ട് ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എടുത്തിട്ട് നമ്മളെ വീഡിയോയിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് അത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ സെർച്ച് ചെയ്തിട്ട് നമ്മളെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനും ഉൾപ്പെടുത്താനും പറ്റും. എലമെൻസിൻ്റെ ഓപ്ഷനിൽ നമുക്ക് സബ്സ്ക്രൈബിൻ്റെ ഓപ്ഷൻ മാത്രമല്ല, നമ്മളെ വീഡിയോൻ്റെ കണ്ടൻറ്റിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇപ്പം നമ്മളൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടുന്നെങ്കിൽ ജസ്റ്റ് ഷോപ്പിംഗ് സെർച്ച് ചെയ്താൽ തന്നെ അവിടെ കുറേ പിക്ചേഴ്സും സ്റ്റിക്കറും കുറേ എലമെൻറ്റ്സ് വരും. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോനനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മളെ തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ഫൈനലി ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, സേവ് ഇമേജ് കൊടുക്കുക. അപ്പം നമ്മളെ ഗാലറിയിലോട്ട് വരും. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇത് കൊടുക്കാവുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയുക. ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ആണെങ്കിൽ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ്. ദെൻ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ദെൻ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.